മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ എമ്പുരാൻ ലിയോയുടെ കേരളത്തിലെ റെക്കോർഡ് ഫുള്ള് തൂക്കിയിരിക്കുകയാണ്. ഏകദേശം എമ്പുരാന്റെ കളക്ഷൻ കേരളത്തിലെ മാത്രമായിട്ട് ഇപ്പം 61.63 കോടിയാണ്. ഇപ്പോൾ കേരളത്തിലെ കളക്ഷൻ 6 ദിവസത്തെ കളക്ഷനാണ്. ടോട്ടൽ കളക്ഷനാണ് ഇത്ര ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ കൊണ്ട് പുറത്ത് വരുമ്പോഴത്തേക്കിനും ലൂസിഫറിന്റെ ടോട്ടൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് ഫുള്ളായിട്ട് തൂക്കും. അതേപോലെ തന്നെ എമ്പുരാന്റെ 2 ദിവസം കൊണ്ട് എമ്പുരാന്റെ ടോട്ടൽ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.45 കോടിയായിരുന്നു. ഇപ്പോൾ 6 ദിവസം ആയപ്പോഴത്തേക്കിനും 8.54 കോടിയാണ്. രണ്ടാമത്തെ ദിവസത്തിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഈ 6ാമത്തെ ദിവസത്തെ വരുന്ന കളക്ഷൻ. എന്തായാലും ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ മലയാള സിനിമയിലാണെങ്കിൽ ഇനിയും വലിയ വലിയ ചരിത്രങ്ങൾ ഇനി എമ്പുരാൻ തിരുത്തി കുറിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇപ്പം ലിയോ ഇത്രയും വർഷമായിട്ട് കിടന്ന ആ ഒരു റെക്കോർഡാണ് എമ്പുരാൻ ശരിക്കും ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു 10 ദിവസം പോലും ആയില്ല, ഈ ഒരു 6 ദിവസം ആയപ്പോഴത്തേക്കും ഈ ഒരു ലെവൽ റെസ്പോൺസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ശരിക്കും ഈ സിനിമയ്ക്ക് ഒരു പ്രൊമോഷനായിട്ട് മാറുകയാണ് നമ്മൾ കണ്ടത്. എല്ലാ ദിവസവും ഇപ്പോൾ ന്യൂസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന് പറഞ്ഞാണ് ന്യൂസിലും എല്ലാം പറയുന്നത്. അത് തന്നെ ഈ സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു പ്രൊമോഷൻ. അപ്പോൾ ആ ഒരു പ്രൊമോഷനും കൂടെ കൊണ്ടാണ് ഇപ്പോഴും ഇതിൽ കളക്ഷൻ്റെ കാര്യത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും നല്ല രീതിക്ക് തന്നെ കയറി മാറിയും വരുന്നത്. കാരണം ഒരു ദിവസം ഇപ്പോൾ 8 ആണെങ്കിൽ അടുത്ത ദിവസം 10 ആയിരിക്കും. ആ ഒരു രീതിക്കാണ് എമ്പുരാൻ്റെ കേരള കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എമ്പുരാൻ്റെ പേരിൽ. ഇനിയിപ്പോൾ അവിടെ അത്യാവശ്യം ഈ സിനിമ ഇപ്പം തന്നെ അവിടുത്തെ ന്യൂസ് ചാനലിലൊക്കെയും ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് ദിവസം കൂടെ ആകുമ്പോഴത്തേക്കിനും നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലത്തെ ഷോ മുതൽ എമ്പുരാൻ്റെ ഷോ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ അതേ ഒരു ലെവലിലേക്ക് നല്ല രീതിക്ക് കയറും എന്നുള്ള കാര്യത്തിന് ഒരു മാറ്റവും. എന്തായാലും ലാലേട്ടൻ്റെ ആ ഒരു വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇനിയും എമ്പുരാൻ്റെ പാർട്ട് 3 ഉണ്ടാകും എന്ന് സൂചന വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ട് 3ക്ക് വേണ്ടി നമുക്ക് വലിയതായിട്ട് കാത്തിരിക്കാം. എന്തായാലും ഇതിനേക്കാട്ടിലും വലിയ സിനിമയാണ് അതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു സിനിമ ഇതിൻ്റെ അപ്പുറമായിരിക്കും. ഈ സിനിമയ്ക്ക് കിട്ടിയ ഫസ്റ്റ് ഡേ കളക്ഷനേക്കാളും ഒക്കെ തൂത്ത് വാരിക്കൊണ്ടു പോകുന്ന ഒരു പടം തന്നെയായിരിക്കും ഇനി വരുന്ന എൽ ഫ്രാഞ്ചൈസി വരുന്ന ആ ലാസ്റ്റ് സിനിമ. അതിന് കിട്ടാവുന്ന ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ കൊടൂര് ഹൈപ്പായിരിക്കും, ഒരു പാൻ ഇന്ത്യൻ ലെവൽ ഹൈപ്പായിരിക്കും. എന്തായാലും എമ്പുരാൻ ഇപ്പോൾ ഈ സാധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ ഒത്തിരി ഇനിയിപ്പം ഈ ഒരു സിനിമയുടെ ഈ ഒരു റെക്കോർഡ് തൂക്കണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കേണ്ടി വരും. അമ്മാതിരി ഒരു റെക്കോർഡാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും അടുത്തത് ഈ തൂക്കണമെങ്കിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ തന്നെ വിചാരിക്കുകയും വേണം. എന്തായാലും ഇനി ഓരോ ദിവസം കഴിയുന്നതോറും എമ്പുരാൻ്റെ ഓരോരോ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇങ്ങനെ ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ കളക്ഷൻ ഇത്രയെന്നും പറഞ്ഞ്. അപ്പം എന്തായാലും ഇനിയും വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.